കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ നഴ്സിംഗ് കോളേജുകളിലൊന്നായ മെമ്മോറിയൽ നഴ്സിംഗ് കോളേജ് 22 വർഷത്തെ വിജയകരമായ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും അവരെ ഉത്തമ പൗരന്മാരും നല്ല നഴ്സിംഗ് പ്രൊഫഷണലുകളായിട്ട് വളർത്തിയെടുക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ കോളേജിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ആദ്യ റിസർച്ച് സെൻ്ററായി പ്രഖ്യാപിക്കപ്പെട്ട സ്വകാര്യ നഴ്സിംഗ് കോളേജാണ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഒരു കൊറോണ പോലെയുള്ള ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ മാത്രമേ നഴ്സസിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയുന്നുള്ളൂ. അപ്പം പറയും നഴ്സുമാർ മാലാഖമാരാണ് എന്ന്. ലിനി സിസ്റ്റർ മരിച്ചപ്പം അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പം നിപ്പ വന്നു, ആ നേഴ്സ് ജീവൻ വെടിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേഴ്സിൻ്റെ സംഘടനയ്ക്ക് മാത്രം ഒരിക്കലും എത്ര വന്നാലും അതിനൊരു പുരോഗമനമില്ല. നഴ്സുമാർക്ക് ഓൾറെഡി പുറത്ത് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും വീട്ടുകാർക്കും പോവാം, എല്ലാവർക്കും പോയി അവർ സെറ്റിൽ ആവാം. നഴ്സുമാരെ കെട്ടുന്നത് എന്തുകൊണ്ടും ലാഭമാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ലാഭം നോക്കിയിട്ടാണ് കെട്ടാൻ വരുന്നത്. പൈസ ഉള്ളവർക്ക് കുറേ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സർജറീസും നല്ല ഹോസ്പിറ്റലും കിട്ടും. പൈസ ഇല്ലാത്തവരുടെ ജീവിതത്തിന് മിക്കപ്പോഴും ആരും വില കൊടുക്കാറില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ഈ പൈസയൊന്നും ഞങ്ങൾ വെറുതെ പോയാൽ അവിടെ കിട്ടുന്ന പൈസ അല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടുന്ന പൈസയാണ്. हवा की झोंकी आज मौसमों से रूठ गई, गुलों की शौकी आज बवरिया के लूट गई. बदल रही है आज जिंदगी की चाल सरा, इसी बहाने क्यों न मैं भी दिल का हाल सरा सवार लूं सवार लूं. അപ്പോ യുവജനോത്സവം ഇന്ന് ആവേശത്തോടു കൂടി എത്തി നിൽക്കുന്നത് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്. നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ അടുത്ത് ആളുകൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ പൊതുവെ വരാറില്ല, അങ്ങനെയുണ്ടോ? വരാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു തടഞ്ഞിട്ടിരിക്കുന്നത്? നിങ്ങൾ അവഗണിക്കുന്ന രീതി തോന്നാറുണ്ടോ? ഞങ്ങളെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നവരാണ് സൊസൈറ്റിയുടെ ചിന്ത. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയല്ല പലരും. അല്ല, നമ്മൾ എന്തിനാണ് സഹിച്ചും ക്ഷമിച്ചൊക്കെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവർക്ക് പഠിച്ചിറങ്ങാൻ ഹോസ്റ്റൽ എക്സ്പെൻസ് അടക്കം കോഴ്സ് അടക്കം നല്ല കാശ് ചിലവാകുന്നു. പക്ഷേ ഇതിനനുസരിച്ചുള്ള സാലറി ആണോ നിങ്ങൾക്ക് ഈ പഠിച്ചിറങ്ങുമ്പോൾ കിട്ടുന്നത്? അല്ല, കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം എന്താ നമ്മൾ പഠിച്ചിറങ്ങിയ അതേ റേറ്റിലുള്ള ഐ മീൻ ആ ലെവലിൽ നമുക്ക് സാലറി ഒന്നുമില്ല. സ്റ്റാർട്ടിങ് 15,000 പെർ അതൊക്കെ നമുക്ക് സാലറി ഉള്ളൂ. അപ്പം കുറവാണ് മൊത്തത്തിൽ. കേരളത്തിൽ പൊതുവെ എവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാലറിക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. ഈ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ഒരു പരിഗണന? നഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോവുള്ളൂ. ഇപ്പം നമ്മൾ +2 പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി വരുന്നവരായിരിക്കും നേഴ്സിങ്ങിന്. ഇപ്പോൾ കുറേ പിള്ളേർ 90 % വരുന്നുണ്ട്. അപ്പം അവരുടെ വീട്ടിലെന്ന് വെച്ചാൽ അത്ര സാമ്പത്തികം ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല, ലോണൊക്കെ എടുത്തായിരിക്കും വരുന്നത്. അപ്പം ഒരു 4 ലക്ഷം രൂപ ലോൺ എടുത്താലും അത് പഠിച്ച് കഴിയുമ്പോഴാണ് നമ്മളത് അടയ്ക്കേണ്ടത്. അപ്പോൾ അടയ്ക്കുമ്പോൾ ഒരു മാസം ഒരു 15,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോൺ അടയ്ക്കണം, ഹോസ്റ്റൽ ഫീ അടയ്ക്കണം, പിന്നെ നമ്മളെ പ്രതീക്ഷിച്ചായിരിക്കും വീട്ടുകാർ നമ്മളെ വിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു മൂത്ത കുട്ടിയാണ് ഒരു വീട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ അവർക്ക് ലാസ്റ്റ് ബാക്കി സ്വന്തം കൈ വെക്കാൻ പോലും ഒരു 1000 രൂപ പോലും കിട്ടത്തില്ല. മാത്രമേ ബാക്കി അത് അടയ്ക്കാൻ പോലും ഉള്ളത് നമുക്ക് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ് നേഴ്സിംഗ് സമരം. ഇത്രയും സമരം ചെയ്ത് ഈ അർഹതപ്പെട്ട ശമ്പളം മേടിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ മാത്രം ഗതികേടാണോ? കുറേ കാലമായിട്ട് സമരം നടക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വരുന്നതിന്റെ മുന്നേ ആണെങ്കിലും. പക്ഷെ കൂടുന്ന സാലറി കൂടുന്നതായിട്ട് കാണുന്നൊന്നുമില്ല. പഠനം കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവെക്കുവോ? 130 പേരിൽ ഒരാൾക്ക് പോലും കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ഉടച്ചു വാർക്കാനിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ഈ ടെൻഷനും പ്രഷറും ഒക്കെയാണോ നിങ്ങൾക്ക്? ഏതൊക്കെ രീതിയിലാണ് വരുന്നത്? ഇപ്പൊ അക്കാഡമിക് ആണെങ്കിൽ നല്ല സ്ട്രെസ് ഉണ്ട്. ഇപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുക അത്രേ അറിയുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടെ എഴുതി കൂട്ടുന്ന റെക്കോർഡിനും കെയർ പ്ലാനൊന്നും കണക്കില്ല, അത്രയ്ക്ക് എഴുതുന്നുണ്ട്. പഠിക്കുന്ന സമയത്താണോ അതോ പഠിക്കുന്ന ത്രൂ ഔട്ട്? അങ്ങനെ രാവിലെ ക്ലിനിക്സ്, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്, അതിന്റെ കൂട്ടത്തിലാണ് കുറേ റെക്കോർഡും അത്രയ്ക്ക് കെയർ പ്ലാൻസ് എഴുതാനുണ്ട്, കെയർ സ്റ്റഡി എഴുതാനുണ്ട്, അത്രയ്ക്ക് എഴുതാനുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെസ് കൂടാതെ ഇതിന്റെ ഇടയിൽ ബംഗാളി ഭായിമാർ ഇതിനേക്കാളും കൂടുതൽ പണി ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ഞങ്ങൾ ഇവിടെ അങ്ങനെ ആരെങ്കിലും അറിയുന്നുണ്ടോ?
കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? പറ. എക്സാംസ് വരും. എക്സാംസ് KUHSന്റെ എക്സാംസ് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല ടഫാണ്. ഞങ്ങൾക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വർഷത്തിൽ 2 യൂണിവേഴ്സിറ്റി എക്സാം വരും, അതിൻ്റെ ഇടയിൽ ഇന്റേണൽസ് വരും. ഒന്നിനും ഒരു സമയമില്ല. ഇപ്പോൾ ഇവിടെ ആർട്സ് നടക്കുകയാണെങ്കിലും സ്പോർട്സ് നടക്കുകയാണെങ്കിലും ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ആർട്സ് സ്പോർട്സ് ഒക്കെ നടക്കുന്നുണ്ടോ? സ്പോർട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. എൻജോയ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു മെന്റൽ ഇത് നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇപ്പം സ്പോർട്സ് സൈഡിൽ നടക്കുകയാണെങ്കിൽ ഇന്ന് സ്പോർട്സ് കഴിഞ്ഞാൽ നാളെ എയർപ്ലെയിൻ സബ്മിറ്റ് ചെയ്യാണ്ടാവും. അപ്പോൾ അയ്യോ എഴുതണം, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുപോലും നമുക്ക് കിട്ടുന്നില്ല. ഈ ഫീൽഡ് തിരഞ്ഞെടുത്താൽ കളിയാക്കലൊക്കെ കേൾക്കേണ്ടി വരാറുണ്ടോ? ആൾക്കാരുടെ ചിന്താഗതിയാണ്. അതായത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ, നേരത്തെ ആരോ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ വെക്കാൻ അങ്ങനെ വലിയ ആരും മൈൻഡ് ആക്കാത്തൊരു ഫീൽഡ് പോലെയാണ് ചില ആൾക്കാരുടെ കൺസെപ്റ്റ്. അങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ എന്തെങ്കിലും അനുഭവം? കളിയാക്കലല്ല, ഞാനും ഒരു പോസ്റ്റിങ്ങിന് റൂമിൽ കയറാം. അപ്പോൾ നിങ്ങളെന്തിനാ വരുന്നത്, ഗേൾസിനെ വിട്ടാൽ പോരെ, അങ്ങനത്തെ ഫീഡ്ബാക്കാണ് ബോയ്സ് ആയിട്ട് ഞങ്ങൾ കയറുമ്പോൾ രോഗികളുടെ ഭാഗത്തുനിന്ന്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ടില്ലേ? അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ഒന്നുമില്ല, ചിലവർക്കുണ്ട് ഒരു കൺസെപ്റ്റ്, ഗേൾസ് അല്ല ഈ ഫീൽഡിൽ കൂടുതൽ, ബോയ്സ് എന്തിനാ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരി. ഈ പൊതുവെ ഈ രോഗികളുടെ ഭാഗത്തുള്ള സമീപനം അങ്ങനെ ഒരു മോശം രീതിയിലാണോ? അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ പഠിക്കുന്ന സമയത്തുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തുണ്ട്, ആകെ ഒരു സമാധാനം പ്രതീക്ഷിക്കുന്ന രോഗികളുടെ ഭാഗത്തുനിന്നായിരിക്കും അല്ലേ? കാരണം നമ്മൾ നല്ലൊരു മനസ്സോട് കൂടി വന്നവരാണെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ഒരു സ്നേഹം, പരിഗണന അതൊക്കെ കിട്ടാറുണ്ടോ? ചിലവരൊക്കെ അങ്ങനെയാണ്. പക്ഷെ ചിലവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടും നമ്മളായിട്ട് സഹകരിക്കാത്ത ടീംസ് ആയിരിക്കും. ചിലവർക്ക് ഞങ്ങളെ മെയിൻ പരിപാടി ഇപ്പോൾ 4th ഇയർ എത്തിയാൽ പോലും ഞങ്ങളെ മെയിൻ അവിടെ പോയിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ വിചാരം എന്താ, ഞങ്ങളവിടെ ബെഡ്ഷീറ്റ് ഇരിക്കുക ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണോ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചിലവർക്ക് സ്റ്റുഡൻസ് കയറുന്നതേ ഇഷ്ടമുണ്ടാവില്ല. അവർ പറയും അറിയുന്ന സ്റ്റാഫിനെ വിളിക്കുക, സ്റ്റുഡൻസ് എന്തിനാ വന്നത്, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലാതെ നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഒരു കൊറോണ പോലെയുള്ള ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ അപ്പം മാത്രമേ നഴ്സസിന്റെ വിലയും കാര്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയുന്നുള്ളൂ. അപ്പം പറയും നഴ്സുമാർ മാലാകമാരാണ് എന്ന്. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നഴ്സുമാർക്ക് പുറത്തു പോകാലോ, പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാലോ. അവർക്ക് എന്നാ പിന്നെ പ്രശ്നം? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ഈ പൈസയൊന്നും ഞങ്ങൾ വെറുതെ പോയാൽ അവിടെ കിട്ടുന്ന പൈസ അല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടുന്ന പൈസയാണ്. അതെ, മാലാക എന്ന് വിളിക്കുന്നത് ഈ ഒരു ഔട്ട് ബ്രേക്ക് വന്ന് അയ്യോ വയ്യാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ മാത്രമേ ഉള്ളൂ. ലിനി സിസ്റ്റർ മരിച്ചപ്പം അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പം നിപ്പ വന്നു, ആ നേഴ്സ് ജീവൻ വെടിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞു, ഇപ്പം 5-6 കൊല്ലം കഴിഞ്ഞു. എന്നാലും അതൊരു ഓർമ്മ മാത്രമായിട്ടേ ഉള്ളൂ. അതിന് മാറ്റം വരണമെന്നോ അതിന് ആ ഒരു സംഘടന, ഇപ്പം നേഴ്സിൻ്റെ സംഘടനയ്ക്ക് മാത്രം ഒരിക്കലും എത്ര വന്നാലും അതിനൊരു പുരോഗമനമില്ല. ഇപ്പം ഏത് ഗവൺമെൻറ് മാറിയാലും എന്ത് മാറിയാലും അത് അങ്ങനെ തന്നെയാണ്. വിഷമങ്ങൾ അതുപോലെ തന്നെ തുടരുക. ആ പറയുമ്പോൾ മാത്രമേ പറയുള്ളൂ. പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ കയറുമ്പോൾ ചില പേഷ്യൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി നമ്മുടെ അടുത്ത് വരുമ്പോൾ നല്ല ബ്ലെസ് ചെയ്തിട്ട് വിടും, നല്ല രീതിയിൽ എത്തട്ടെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കെയറിന് അവരുടെ രീതിയിൽ അവർക്ക് അത് നിങ്ങൾ നന്നായി വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര വേസ്റ്റ് ആയിട്ടാണ്. ഡോക്ടർമാരോട് ചെയ്താൽ മതി, നിങ്ങൾ തുടരണ്ട, അതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർക്ക് കെയർ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ വിവാഹ മാർക്കറ്റിലോട്ട് എത്തുമ്പോഴേ നഴ്സുമാർക്ക് ഒരു ഡിമാൻഡ് കൂടുതലാണ്. അത് ശരിയാ. എന്താ അങ്ങനെ? അതെന്തായിരിക്കും അങ്ങനെ? നഴ്സുമാർക്ക് ഓൾറെഡി പുറത്ത് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അപ്പം ഇപ്പം കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ ഇപ്പം ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഫാമിലി വീസ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും വീട്ടുകാർക്കും പോവാം, എല്ലാവർക്കും പോയി അവർ സെറ്റിൽ ആവാം. പിന്നെ അതുപോലെ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷനും ഉണ്ടെന്ന് പറയാം. അപ്പം നഴ്സുമാരെ കെട്ടുന്നത് എന്തുകൊണ്ടും ലാഭമാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ലാഭം നോക്കിയിട്ടാണ് കെട്ടാൻ വരുന്നത്. കല്യാണാലോചനയൊക്കെ തുടങ്ങിയോ എല്ലാവരുടെയും വീട്ടില്? തുടങ്ങിയോ? ഇല്ല. അപ്പോൾ കല്യാണം ആലോചിച്ച് തുടങ്ങിയാൽ ഈ ഒരു വലിയ ഡിമാൻഡ് ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ഉണ്ടോ? ഉണ്ടാവും, തീർച്ചയായും. ഞാനൊരു നഴ്സിംഗ് പഠിച്ചിറങ്ങി ഞാൻ പുറത്തേക്ക് പോകുന്ന കുട്ടിയാണ്. എങ്ങനെയാലും ഇപ്പൊ പറഞ്ഞതുപോലെ എന്തായാലും ഡിമാൻഡ് ഉണ്ടാവും, ആൾക്കാർ വരും. കെട്ടിക്കഴിഞ്ഞാ ചെക്കന് കൂടെ പോരാലോ, അപ്പൊ എന്തായാലും വരും. അപ്പോ അങ്ങനെ വരുന്ന ഈ ചെക്കന്മാർക്ക് ഒരു കളിയാക്കലൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കണം, എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം? അത്യാവശ്യം ഒരു നല്ല ജോലി വേണം. പിന്നെന്താ, പിന്നൊന്നും വേണ്ടേ? നമ്മള് മ്യൂച്വൽ റെസ്പെക്ട് പറഞ്ഞവരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ആയിട്ട് സമാധാനമായിട്ട് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അന്ന് കിടക്കുന്നതിന് മുന്നേ എല്ലാം തീർന്നു. കിടക്കുമ്പം പ്രശ്നമൊന്നുമില്ല, കിടക്കണം അല്ലേ? അത് നിർബന്ധമാ.
അല്ല അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒന്നായിരിക്കണം. ആ ബോണ്ട് വേണം. അതാണ് ഇവിടെ അതാണ് വേണ്ട, ബോണ്ട് വേണം. നമ്മുടെ അതേ സ്ട്രെസ്സും അവരും അതറിയും. അതുപോലെ നമുക്ക് തരേണ്ട റെസ്പെക്ട് എന്താന്ന് അവർക്ക്, ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇപ്പം നഴ്സുമാരാണെങ്കിൽ മോർണിംഗ് മാത്രമല്ല ഡ്യൂട്ടി, നൈറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മാറി മാറി വരുമ്പോൾ അതിന്റെ സ്ട്രെസ്സും അതൊക്കെ അവർക്ക് മനസ്സിലായി കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ആളെയായിരിക്കും ഇപ്പം എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ എളുപ്പമുണ്ടാവും. അവള് പറഞ്ഞ സെയിം ഫീൽഡിനായ സുഖ നേഴ്സ് തന്നെ വേണമെന്ന് എനിക്ക് പേഴ്സണലി നിർബന്ധമല്ല. പക്ഷെ എന്തോ പേഴ്സണലി നിർബന്ധം ഇല്ലെങ്കിലും എന്തോ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സെയിം ഫീൽഡായ മതി. അപ്പൊ ഒരു കൊളുത്തിട്ട് വെച്ചിട്ടുണ്ടോ ഇവിടെ? ഈ സ്നേഹിക്കുന്നതോ പ്രണയിക്കുന്നതോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇപ്പം അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. കല്യാണം കഴിക്കുന്നതിനെ പറ്റിയല്ല, കല്യാണത്തെ പറ്റി. ഈ കല്യാണം തന്നെ കഴിക്കണം നിർബന്ധമുണ്ടോ? നമുക്ക് ഈ ലിവിങ് ടുഗദറിനോടുള്ള അഭിപ്രായം എന്താ? ഇല്ല, അതിനോടൊന്നും താല്പര്യമില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഇല്ല, അതൊക്കെ ഒരു തെറ്റായിട്ടാണ് തോന്നുന്നത്. തെറ്റാണോ? അതിലെന്താ തെറ്റെന്താ? അല്ല, ഞാൻ കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് ആണ്. ഓർത്തഡോക്സുകാർക്ക് തെറ്റാണല്ലേ? എല്ലാവരും അത്തരത്തിൽ അത് തെറ്റായിട്ട് തന്നെ കാണുന്നവരാണോ? ഒരിക്കലും ഇല്ല. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്താ പറയാ, ഓരോരുത്തരുടെ ഇഷ്ടമല്ല. ഇതിപ്പം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് ലീഗലായിട്ട് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവർ കുറെ കാലം ജീവിച്ച്, പിന്നെ ഓൾറെഡി ഡിവോഴ്സിനോട് എല്ലാവർക്കും ഭയങ്കര ഒരു സ്റ്റിഗ്മ മാതിരിയാണ്. താല്പര്യം ഉണ്ടാവില്ല ഡിവോഴ്സ്. ഇതാകുമ്പോൾ ലിവിങ് ടുഗദർ ആകുമ്പം ഈ ഡിവോഴ്സ് എന്നുള്ള ഒരു പേര് അവിടെ വരുന്നില്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് പോവാം, പിന്നെ വേറെ അവർക്ക് അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവാം. ലിവിങ് ടുഗദർ തെറ്റല്ല, പക്ഷെ എന്നാലും ഇപ്പം അങ്ങനെ ലിവിങ് ടുഗദർ ആയി അതിൽ ഒരാൾക്ക് തോന്നുകയാണ് ഇത് വേണ്ട, പക്ഷെ മറ്റേ ആൾ ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം അവിടെ ഒരാൾ ഓക്കെ ആയി ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് പെട്ടെന്ന് പോകുമായിരിക്കും. പക്ഷെ മറ്റേ ആൾ മേ ബി കുറച്ച് കാലം കൂടി സഫർ ചെയ്ത് കുറച്ച് എന്താ പറയുക ഡൗൺ ആയി കുറച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതാകുന്നത്. അപ്പം ലിവിങ് ടുഗദർ ആകുമ്പോൾ നമുക്ക് ഇട്ടെറിഞ്ഞ് പോവാൻ സുഖമാണ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഷിയാസിന് ബെസ്റ്റി ഉണ്ടോ? ബെസ്റ്റിയോ? ഉണ്ടോ? എന്താണെന്നറിയോ കറക്റ്റ് ആയിട്ട് ബെസ്റ്റി എന്താന്ന് എനിക്കറിയാം. അറിയാം. എന്നാൽ ഇവർക്ക് എന്തറിയാം നമുക്ക് നോക്കാം. ആരോടാന്ന് ചോദിക്കാം. ബെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഞാൻ ചോദിക്കാം, എനിക്ക് കിട്ടി. ബെസ്റ്റി ഉണ്ടോ? ഇല്ല. ബെസ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും? ബെസ്റ്റി എന്ന് പറയുമ്പം നല്ല രീതിയിൽ അതിന് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എടുക്കുന്നവരുണ്ട്, എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. അത് ഓപ്പോസിറ്റ് സെക്സ് തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഒരേ പ്രായക്കാരോ ഒരേ തരക്കാരോ ആയിരിക്കാം. ചിലപ്പോൾ ബോയ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഓവറായി പോകുന്നവരും ഉണ്ടാവും. നമുക്കിപ്പം ഒരു പാർട്ണർ ഇല്ലാത്തപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയി ചിലപ്പോൾ അവർ അങ്ങനെ ആയി പോവും ചില സമയത്ത്. ഒരാൾക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഫിസിക്കലോ മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തുറന്നു പറയാം. അങ്ങനെ ഒരു സങ്കല്പമാണ് ബെസ്റ്റി. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലും ട്രോളിലും ഇപ്പോൾ സിനിമയിലാണെങ്കിലും ബെസ്റ്റി എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ, ഒരു സൈഡിൽ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് മറ്റേ സൈഡിൽ അപ്പുറത്താളെ നോക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ബെസ്റ്റി എന്ന് പറയുമ്പോൾ ശരിക്കും നല്ലതാണ് ബെസ്റ്റി എന്ന് പറയുന്നത്. ഈ ബെസ്റ്റീസ് ഈ ട്രോളുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബെസ്റ്റീസ് ഈ റിലേഷൻഷിപ്പിനെയൊക്കെ അവര് കാരണം പല റിലേഷൻഷിപ്പും ഇല്ലാതാവുന്നു, തകരുന്നു, നശിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആവശ്യമുണ്ടെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തോന്നുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദ സെൻസ് നമ്മൾ പറയുമ്പം നമുക്ക് റിയൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കണം. നമുക്ക് ഒരുപാട് ചുറ്റും കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ചിലപ്പം നമുക്ക് എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ കുറച്ച് മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കേണ്ടി വരും. ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, എന്താണ് ശരിക്കും ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില്? നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് പോകണം, എന്നോട് പറഞ്ഞിട്ട് പോകണം, ഞാൻ അറിയാതെ എന്തിനാ പുറത്ത് പോയേ, അങ്ങനെയൊക്കെ ഉള്ള. അതുപോലെ ഡ്രസ്സിങ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാൻ പറ്റില്ല, അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ അത് വേണം. പിന്നെ നമ്മളൊരു മെയിൽ ഒരു ഫ്രണ്ടിനോട് ആരോട് സംസാരിക്കുകയാണെങ്കിൽ അത് വേറൊരു രീതിയിൽ ഇങ്ങനെ എനിക്കിഷ്ടമില്ലാത്തവരോട് നീ സംസാരിക്കരുത്, എന്നോടല്ലാതെ വേറൊരു മെയിലിനോട് സംസാരിക്കരുത്. അതെ, നമ്മുടെ ഒരു റിമോട്ട് കൺട്രോൾ ആയിട്ട് നമ്മളെ ഉപദ്രവിച്ച് പുറകെ നടക്കുക. നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ, നമ്മുടെ സൗഹൃദത്തിന്റെ കാര്യത്തിൽ, നമ്മളെ പുറത്തു പോകുന്നതിന്റെ കാര്യത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ മൊത്തത്തിൽ കൈയെടുക്കുക. അനുഭവം ഉണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഇത് സംശയ നിഴലിലാക്കുന്നത് നിങ്ങളെയും കൂടിയാണ്. നിങ്ങൾ ശരിക്കും എന്താണ് അങ്ങനെ ഏത് തരത്തിലാണ് അതിനെ നോക്കിക്കാണുന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പേഷ്യൻസ് വരുന്നൊരു സ്ഥലമാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അത് അവർക്ക് അത്രയും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്രയും പൈസ മുടക്കി ചിലപ്പോൾ സർജറി ചെയ്യാനൊന്നും കഴിയാത്ത ധാരാളം ആൾക്കാരായിരിക്കും അവിടെ വരുന്നത്. ചിലപ്പം അവരെ ആ ഒരു കണ്ണിൽ കാണുന്നത് കൊണ്ടായിരിക്കും
അവരുടെ അടുത്ത് ആവാം എന്നുള്ള രീതിയിൽ അവിടെ താകാം. ചോദിക്കാനും ഇപ്പൊ കഴിഞ്ഞ പറയാനില്ല, നമ്മൾ ഇൻസ്റ്റയിലും എല്ലായിടത്തും ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരാൾ പറയാണ് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതെന്റെ ബാത്റൂമാണ്, ഞാൻ ഇവിടെ നിന്ന് കുളിക്കട്ടെ, അങ്ങനെ അത്രയും ഒരു രീതിയിൽ മീൻസ് അവരുടെ ലൈഫിന് തന്നെ അത്ര വിലവേ ഇവിടെ ഉള്ളവർ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ അപ്പം ആ ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പൈസ ഉള്ളവർക്ക് കുറേ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സർജറീസും നല്ല ഹോസ്പിറ്റലും കിട്ടും. പൈസ ഇല്ലാത്തവരുടെ ജീവിതത്തിന് മിക്കപ്പോഴും ആരും വില കൊടുക്കാറില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയി. ശരി, പലപ്പോഴും ഈ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യരംഗം, ഇതിലൊക്കെ നമ്മുടെ കേരളം ഏറെ മുന്നിലാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു തോന്നല് ഇപ്പോൾ ഉള്ള പൊതു ആരോഗ്യ സംവിധാനം അത്ര ശരിയായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? അതിലെന്തെങ്കിലും ചേഞ്ചസ് വരാനുണ്ടോ, അതോ തൃപ്തികരമാണോ കാര്യങ്ങൾ? ഇത്തരത്തിലുള്ള ഈ പരാതികൾ എപ്പോഴും ആവർത്തിക്കുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കും? കുറേയൊക്കെ ഗവൺമെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ, പുതിയ പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സാധാരണക്കാർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയാം ഇന്ന് പോയാൽ വേറൊരു ഡേറ്റ് തരും. ഇനി ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ ഒരു സ്കാനിങ് അല്ലെങ്കിൽ എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ഡേറ്റ്, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും നീണ്ടു പോകുന്നൊരു പ്രവണത നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ കാണുന്നുണ്ട്. അപ്പം അത് കുറച്ചും കൂടെ എന്താ പറയുക, തിരക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ആളുകൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലും പെട്ടെന്നും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പം ബേബീൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവിടെ മന്ത്ലി ഓഡിറ്റ് ഉണ്ട്, ഡേ ആൻഡ് നൈറ്റ് സൂപ്പർവിഷൻ ഉണ്ട്. അപ്പം ഈ മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ എത്രത്തോളം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം അതിലൊക്കെ കുറച്ചും കൂടെ ഗവൺമെൻറ് ശ്രദ്ധ കൊണ്ടുവരണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത് ശരിക്കും സീരിയസ് ആയിട്ട് നോക്കുന്ന കുറച്ച് സൂപ്പർവൈസേഴ്സ്. ഇവിടെ ബേബിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ LNOനെ പേടിച്ചിട്ടെങ്കിൽ എല്ലാ സ്റ്റാഫ് നേഴ്സും ഭയങ്കര കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും. അതന്നെ ഇവിടെ അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ പണിഷ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അതിനുള്ള അപ്രൈസൽ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ പണിഷ്മെന്റും ഇല്ല, അപ്രൈസലും ഇല്ല, എന്തും ചെയ്തിട്ട് പോകാനുള്ള അവസ്ഥയാണോ? അങ്ങനെയാണ് പൊതുവെ എല്ലാവരും. ഇതിപ്പോൾ ഒരു ന്യൂസ് വരികയാണെങ്കിൽ തന്നെ അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ, അങ്ങനെയുള്ളൊരു ഇതാണ് വരിക. പക്ഷേ ശരിക്കും ആളുകളുടെ ഒരു വിശ്വാസമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണി നമുക്ക് കിട്ടിയാലോ എന്നൊരു തോന്നലിലേക്ക് ആളുകൾ എത്തിയോ? സാധാരണക്കാർ എന്തായാലും പോകാൻ പറ്റുന്നത് അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ കോളേജിലായിരിക്കും. കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി അതാണ്. പ്രൈവറ്റിൽ വന്നിട്ട് ചികിത്സ ചെയ്ത് പോകാണ്ട് അവിടെ ഉണ്ടാവില്ല. അപ്പം അവരുടെ ആകെയുള്ളൊരു ആശ്വാസം അങ്ങനത്തെ സ്ഥാപനങ്ങളാണ്. ഈ നേഴ്സിംഗ് കോളേജിലേക്ക് വരുമ്പോൾ ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ പൊളിറ്റിക്സ് ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണോ? നിങ്ങൾക്ക് വോട്ട് ചെയ്യാനൊക്കെ പോകുന്ന ആളുകൾ തന്നെയല്ലേ? ഞാൻ വോട്ട് ചെയ്തു. ഏത് മണ്ഡലത്തിലാണ് വോട്ട്? മട്ടന്നൂരിൽ ആർക്കാ വോട്ട് ചെയ്തത്? ആർക്കാ വോട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വയറ്റിലോട്ട് പോകണമെങ്കിൽ അല്ലെ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. ഈ പറഞ്ഞ ഗവൺമെൻറ്റിനെ കൊണ്ടൊന്നും എനിക്കൊരു ഉപകാരവും ഇല്ല. പൊതുവെ ഇപ്പം ഇലക്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അവരെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എഴുത്തും വായനയും പോലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പുതിയ ടെക്നോളജികൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് അവർ ഡെവലപ്പായിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്കനുസരിച്ചുള്ള, അതായത് ഞങ്ങളെ പോലെയുള്ള തലമുറയിൽ നിന്ന് പിള്ളേരെ ഇലക്ഷന് വേണ്ടിയിട്ട് നിർത്തണം. ഇവിടെ ഒരുപക്ഷെ ഡിഗ്രിയും എൻജിനീയറിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ പിള്ളേർ പുറത്തു പോയി അല്ലെ UK, ജർമ്മനി, കാനഡ ഇവിടെയൊക്കെ പോയി വെറും പാത്രം കഴുകുന്ന ജോലി വരെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ പാത്രം കഴുകിയാൽ കിട്ടുന്ന പൈസ പോലും ഇവിടെ എൻജിനീയർമാർക്കോ അല്ലെങ്കിൽ മറ്റ് ഉയർന്ന പഠനം ചെയ്തവർക്ക് പോലും കിട്ടുന്നില്ല. അപ്പം കുറച്ചുകൂടി ഒരു യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഈ പൊളിറ്റിക്സിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. യൂത്തന്മാര് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് ഇനി പൊളിറ്റിക്സിൽ ഇറങ്ങണം. എന്നാലേ ഇനി നമ്മുടെ അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാതെ? വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. സത്യം പറഞ്ഞ ഇഷ്ടമല്ല, ഇവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ അത്ര നാള് ഒരു പാർട്ടിയിൽ നിന്ന് UDF നിന്ന ആള് LDF പിന്നെ മാറി നിൽക്കുന്നു, LDF നിന്ന ആള് UDF നിൽക്കുന്നു. ഇവർക്കൊക്കെ എന്ത് ബേസിക് തത്വം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാത്തയാണ്. പക്ഷെ എന്താ നിങ്ങൾ ഈ രാഷ്ട്രീയം അറിയുന്നില്ല, പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല, നിങ്ങളൊരു കൂട്ടിലടച്ച പോലെ അങ്ങനെ പോവാൻ, അതാണോ പ്രശ്നം? രാഷ്ട്രീയക്കാർ തന്നെ ശരിക്കും പൊളിറ്റിക്സ് പഠിച്ചവർ തന്നെയാണോ നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. അവരുടെ പല കാര്യം അതെ, ഇപ്പൊ പകുതി പേർക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ വന്നവരാണെന്ന് തോന്നുന്നു.
അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ അവർ പറയുന്നത് എന്താന്ന് പോലും ചിലപ്പോൾ അറിയാണ്ട് പോലും എന്തൊക്കെയോ വിളിച്ചു നമുക്ക് ന്യൂസിൽ തന്നെ കാണാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തതിന്റെ ഒരു കാരണം എന്താ, അതൊന്ന് പറയാമോ? ബേസിക്കലി എനിക്ക് ഈ നാട്ടിൽ തന്നെ തുടരണമെന്നായിരുന്നു. അതായത് പഠിച്ചു കഴിഞ്ഞും ഇവിടെ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ലോൺ എടുത്ത് പഠിച്ചിട്ട് അത് തിരിച്ചടയ്ക്കാനുള്ള പോലും കാശ് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇവിടുത്തെ സിസ്റ്റം ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല എന്നൊരു ഇതിലേക്ക് നമുക്ക് എത്തുക. പുതിയ തലമുറ പൊളിറ്റിക്സിലോട്ട് വരണമെന്ന് പറയാറില്ലേ? പക്ഷെ ഇപ്പോൾ ഏത് മേഖല എടുത്താലും അതിനൊരു റിട്ടയർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 56 വയസ്സ് കഴിഞ്ഞാൽ ആ ജോലി റിട്ടയർ ആവും, പെൻഷൻ കിട്ടും. ഇപ്പം ഈ പൊളിറ്റിക്സിന് മാത്രമേ ഉള്ളൂ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത. ഇപ്പോൾ 80 വയസ്സായ ഒരാൾ ചിന്തിക്കുന്നതും ഒരു 20 വയസ്സായ ആൾ ചിന്തിക്കുന്നത് രണ്ടാണ്. ഇപ്പോൾ ഒരു 10 കൊല്ലം അയാൾ ഭരിച്ചു എന്ന് വെച്ചു, അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഒരു റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നിന്ന് കഴിഞ്ഞാൽ പുതിയ ജനറേഷന് വരാനുള്ള ഒരു ഇതാണ്. ഏറെക്കുറെ എത്ര വയസ്സാവുമ്പോൾ ഒരു റിട്ടയർമെന്റ് നടപ്പാക്കണം? അതായത് പൊളിറ്റീഷ്യൻസിന് എത്ര വയസ്സ് വരെയൊക്കെ പ്രവർത്തിക്കാം? അല്ല, ഇപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചർ കുട്ടികൾക്ക് അറിവാ പകർന്നു കൊടുക്കുന്നത്. അവരൊരു 56 വയസ്സ് വരെയല്ലേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ആ ടീച്ചർക്ക് വേണേൽ 60-70 വയസ്സ് പഠിപ്പിച്ചാലും നല്ല കാര്യമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് തന്നെ ഒരു ഇതുണ്ടാകത്തില്ലേ, ഒരു ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ചിന്ത മാറും. ഇപ്പം മതിയാക്കാം എന്ന് തോന്നുന്നു. അങ്ങനല്ല, അല്ല, ഒരു പൊളിറ്റീഷ്യൻ ഒരു 60 വയസ്സ് വരെയൊക്കെ പ്രവർത്തിച്ചാൽ മതിയോ? നിങ്ങൾക്ക് പേഴ്സണലി ഇയാൾ നല്ലതാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് വന്നാൽ നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആരാണ്? രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി വേറൊരു സംസ്ഥാനക്കാരനാണേലും കേരളത്തിൽ ജയിച്ചു, ഒത്തിരി കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുള്ളത് തോന്നി. അവിടുത്തെ ആദിവാസി സമൂഹങ്ങളെ ആണേലും അവരെ വേറെ ഒന്നും കാണാതെ അവർക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നുള്ളത് തോന്നി. ആരോടും ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് എല്ലാവരും ഒരേപോലെ കാണുന്ന പോലെ തോന്നി. ആരാണ്? ഉമ്മൻചാണ്ടിയുടെ മകൻ. അത് പുള്ളി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാധാരണ ഒരു പൊളിറ്റീഷ്യന് പുള്ളി തിങ്ക് ചെയ്യുന്നതും എന്തോ ഇന്റലക്ച്വൽ ലെവലിലാണ്. പുള്ളി പുറത്തൊക്കെ പോയി സ്റ്റഡീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു സംസാരത്തിനാണേലും ചെയ്യുന്ന പ്രവൃത്തിയിലാണേലും എല്ലാം ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാണ്ടി വീണ്ടും പുതുപ്പള്ളിയിൽ ജയിച്ചു വരും. ആരാണ്? സുരേഷ് ഗോപി സാർ. സുരേഷ് ഗോപി എന്താണ്? അത് ആ നാട്ടിൽ പോകുമ്പം അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ കയറുന്ന സമയത്താണെങ്കിലും ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ ആര് ജയിക്കും എന്ന് ചോദിക്കുമ്പം അവരൊക്കെ ഉറപ്പോടുകൂടിയായിരുന്നു പറഞ്ഞത് സുരേഷ് ഗോപി സാറാണ് ജയിക്കുക. കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കലും കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനിൽകുമാറും മുരളീധരനൊക്കെ നേരത്തെ തന്നെ തോക്കും എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ പോയ സമയത്തൊക്കെ ഓട്ടോയിൽ ഞങ്ങൾ ഈ ഇലക്ഷന് കുറച്ച് മുമ്പേ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? അമ്മയുടെ വീട് അവിടെയാ. അപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനെ ജയിക്കും, എല്ലാവർക്കും ഉറപ്പാണ് ഇത്തവണ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ പറയുന്നുണ്ട് എന്താ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് നമുക്ക് വലിയ നോളജ് ഇല്ലാന്ന്. കാരണം നോളജ് ഉണ്ടാവണമെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് നമ്മൾ അറിയണം. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഗണേഷ് കുമാർ സാർ ആണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അത് പ്രോമിസസ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആ വ്യക്തിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ആൾക്കാരെ അറിയാനും പിന്നെ ഗതാഗത മന്ത്രി ഇപ്പോൾ കേരളത്തിനുണ്ടെന്നുള്ളത് അറിയാം. അതെ അങ്ങനെ ഒരു പ്രോമിസ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിയാം. പിന്നെ ശൈലജ ടീച്ചർ ആ കൊറോണയുടെ സമയത്ത് അവർ ചെയ്ത കാര്യങ്ങൾ മീൻസ് എന്താ പറയുക, അവർ പ്രോമിസസ് തരുന്നത് നടപ്പിലാക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താ പറയുക സോളിഡായിട്ട് എവിഡൻസ് ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് ആൾക്കാരെ അറിയാം. നിങ്ങൾ ഈ വാർത്തകളൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? എന്ത് റീൽസ് കണ്ടാണോ? എങ്ങനെയാണ് നിങ്ങളതൊക്കെ അറിയുന്നത്? പത്രം വായിക്കുമോ? എങ്ങനെയാ? പത്രം വായിക്കാറില്ല. ഞാൻ ഹോസ്റ്റലറാണ്, അപ്പം എനിക്ക് പത്രം ഞാൻ വായിക്കാറില്ല. ന്യൂസ് ചാനലുകൾ ലീവ് ഉണ്ടോ നോക്കാനൊക്കെ പറഞ്ഞോ? ഇല്ല, ഞാൻ റീൽസ് കാണാറുണ്ട്. റീൽസിൽ ഇപ്പം അധികം ഇപ്പം ഡോക്ടർ ക്രോം അറിയില്ല എല്ലാവർക്കും. അപ്പം അവരുടെയൊക്കെ സ്റ്റോറിയിൽ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്ത് വരും. അപ്പം അതിലൂടെയാണ് ന്യൂസ്. അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും പത്രം വായിക്കുന്നതിനേക്കാളും ഗുണമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ പെട്ടെന്ന് എന്തായാലും നമ്മൾ ഫോൺ എന്തായാലും നോക്കും. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ST എന്ന് പറയുന്നത്. ഈ ST എന്ന് പറയുമ്പോൾ ഓരോ കണ്ടക്ടേഴ്സ് നമുക്ക് തരുന്നത് എന്താ വെച്ചാൽ ഇവർ വിചാരിക്കും എന്തോ ഔദാര്യം മാതിരിയാണ് നമുക്ക് തരുന്നത്. പക്ഷേങ്കിൽ ഓരോ കോളേജ് വിദ്യാർത്ഥി ആയിക്കോട്ടെ സ്കൂൾ വിദ്യാർത്ഥിനി ആയിക്കോട്ടെ അവരുടെ അവകാശമാണ് ഈ ST എന്ന് പറയുന്നതും പഠനം പൂർത്തിയാക്കുന്ന പറയുന്നതും. അത് ഈ ST എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾക്ക് മാത്രമല്ല ഈ ST വേണ്ടത്. അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും നടപടികളും ഇറക്കുന്നത് ഗവൺമെൻറ്റാണ്. നമ്മൾ ഈ ഇലക്ഷൻ നടത്തിയിട്ട് ലോകമെമ്പാട് ഇലക്ഷൻ നടത്തി ഒരു സീറ്റിലേക്ക് ഒരാളെ നമ്മൾ നിയമിക്കുന്നത് അല്ല അധികാരികളെ നിയമിക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങളും
കുട്ടികൾ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളും എല്ലാ മേഖലയിലും ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ എലക്ട് ചെയ്ത് അവരുടെ സ്ഥാനത്തെത്തി പിന്നെ അവരത് മറക്കുന്നു. ഈ ഇപ്പോൾ കൺസെഷൻ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ്. ഓരോ ആൾക്കാർ ജീവനക്കാരികളും ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ അവരുടെ ഓരോ ദിവസത്തിൻ്റെയും കടന്നു പോകുന്നത്, അതായത് ഒരു ജോലിക്ക് വരുന്നത് അവരുടെ കാര്യങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റും. നിയമങ്ങളും നടപടികളൊക്കെ ഇറക്കുന്നത് ഗവൺമെൻറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ ഗവൺമെൻറ് ബസ്സുകളിൽ ഈ കൺസെഷൻ കൊടുക്കുന്നില്ല? പ്രൈവറ്റ് ബസ്സുകളിൽ ഇപ്പോൾ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ആളാണ്. ഞാൻ കുരാച്ചിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞു എന്താ പ്രൈവറ്റ് ബസ്സുകൾ കൂടുതൽ ഓടുന്ന റൂട്ടിലേക്ക് KSRTC ബസ്സുകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കൺസെഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബസ്സിൽ കയറുന്നതിൻ്റെ മുന്നേ അവർ ഡോർ അടയ്ക്കുകയാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം കാണുമ്പോൾ ദേഷ്യവും വിഷമൊക്കെ വരും. സ്റ്റുഡൻസ് ആയതുകൊണ്ടാണോ? സ്റ്റുഡൻസ് മാത്രമല്ല, എനിക്ക് പേഴ്സണലി കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഡോർ അടയ്ക്കുക അങ്ങനല്ല, അകത്തെത്തുന്നതിന് മുന്നേ. അപ്പൊ എത്രയോ പേര് ബസ്സിന്ന് വീണ്, കുറെ പേര് മരിക്കുന്നുണ്ട്, കുറെ പേർക്ക് ആക്സിഡന്റ് പറ്റുന്നുണ്ട്. പ്രൈവറ്റിലും KSRTC പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം വയസ്സായ ഒരു അമ്മയാണെങ്കിലും എല്ലാവർക്കും ഒരു കോമൺ സെൻസ് ആണ്. അമ്മമ്മയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ നിന്ന് എത്തിയാലേ ബസ് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡോർ അടച്ചിട്ട് ബസ് എടുക്കുക, 2 സ്റ്റെപ്പ് കയറിയിട്ട് ബസ് എടുക്കുക. പക്ഷെ ഇത് ഡോർ അടയ്ക്കൂല. അതും പോരാഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും അവര് ബസ് അങ്ങോട്ട് എടുക്കും. ഈ കണ്ടക്ടർമാർ എന്താ പറയുന്നത് മറുപടി? ഞാനൊരു ദിവസം അത് പറഞ്ഞിട്ട് ചൂടായി അവരോട്. അപ്പോൾ അവരിങ്ങനെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ, ഒരു അമ്മമ്മയായിരുന്നത്. അപ്പം ആർക്കെങ്കിലും പേടിയാവില്ലേ? അവർക്ക് ഭയങ്കര മത്സരമായിട്ടാണ്. അവർക്ക് വേറൊരു ബസ്സിന് ഓവർടേക്ക് ചെയ്യണം, ഫസ്റ്റ് എത്തണം, കഴിയുന്നത്ര ആൾക്കാർ എടുക്കണം. പക്ഷെ എന്നാലും എത്രയോ ആൾക്കാർ ഇപ്പോഴും വീഴുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ആ മരിക്കുന്ന സമയത്ത് എല്ലാവരും പറയും ബസ്സുകാർ സ്പീഡിലെടുക്കും. അങ്ങനെയാണ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പോകും. ഇതേപോലെ വേറൊരു പ്രശ്നമാണ് ഫുഡ് പോയ്സണിങ്. ഒരാൾ മരിക്കുമ്പോൾ എല്ലാവരും പറയും ഫുഡ്, എല്ലാവരും ഇൻസ്പെക്ഷനൊക്കെ നടത്തും. ഓരോ സ്ഥലത്ത് ഓരോ ഷോപ്പിലും ഇൻസ്പെക്ടേഴ്സൊക്കെ പോയി ഇൻസ്പെക്ഷൻ നടത്തും. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ചിലപ്പോൾ അവർ ഷോപ്പ് തുറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ എന്താ പറയുക, ഇനിയും അവിടെ നിന്ന് തന്നെ ചിലപ്പം പഴയ സാധനങ്ങൾ പിടിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു സമയത്ത് ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളാണെങ്കിലും ജോലി എടുത്ത് വയ്യാണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു പുറത്തുനിന്ന് ഫുഡായിരിക്കും ഓർഡർ ചെയ്യുക. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയാണ്. നമുക്കറിയാം പുറത്തത്തെ ഫുഡ് അത്ര നല്ലതായിരിക്കില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഭക്ഷണം പോലും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ തുടങ്ങിയതേ ഇവർക്ക് എന്തൊക്കെ പറയാനുണ്ട്, നഴ്സുമാരെ കേൾക്കാൻ ആരുമില്ല എന്ന പരാതിയുമായി നമ്മൾ വന്നു. അത് മൊത്തം നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു ഇത്രയും വിശദമായിട്ട് ഈ നേഴ്സുമാർക്ക്, നഴ്സിംഗ് സ്റ്റുഡൻസിന് പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കേരളം കേൾക്കുന്ന ആദ്യമായിട്ടായിരിക്കും. ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, അതിന് ഞങ്ങളൊരു നിമിത്തമാവട്ടെ എന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പോൾ ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നമ്മുടെ ബൈ കാണാം. ഈണം തുടി കൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെയും മുഞ്ചില് നാണത്തിനാര കൂടും പൂതുക്കത്തില് വന്നം ഈ മാന്റെ തെളിമയിൽ നുകരും ഹാല്. നമ്മൾ റീൽസ് കാണുന്നു, നമ്മൾ ഫോൺ കാണുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യില്ലായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ശേഷം അപകടം ഉണ്ടാവുള്ളൂ, 7 മണിക്ക് ശേഷം പെണ്ണുങ്ങളെല്ലാവരും നോക്കുള്ളൂ, 7 മണിക്ക് ശേഷം ഇതെല്ലാം ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അങ്ങനെ അല്ല, അത് മനസ്സിലായി. ഈ 7 മണിക്ക് മുമ്പ് ആക്സിഡന്റ് ഉണ്ടാവുന്നില്ലേ? 7 മണിക്ക് മുമ്പ് കഞ്ചാവില്ലേ?